بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ബുർദവരി 9 يا لائمي في الهوى العذري معذرة مني إليك ولو أنصفت لم تلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അപ്പോൾ ഇമാം ബൂസൂരി തങ്ങൾ കഴിഞ്ഞ വരിയിലൂടെ നഅം, അതെ എനിക്ക് അനുരാഗമുണ്ട്, പ്രേമമുണ്ട് എന്നൊക്കെ സമ്മതിച്ചു. ഇനി ഇമാം ബൂസൂരി തങ്ങളുടെ ശൈലി ഒന്ന് മാറ്റാണ്. ഇതുവരെ എന്നോട് ഇങ്ങനെ കുറെ ചോദ്യം ചോദിച്ചു, എന്നെ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി ഒക്കെ ചെയ്തു. ഇപ്പൊ അവസാനം ഏതാ ഞാൻ എൻ്റെ അനുരാഗം സമ്മതിച്ചല്ലോ, ഇനി നിങ്ങൾ അവിടെ നിൽക്കുക, എനിക്ക് നിങ്ങളോട് കുറച്ച് അങ്ങോട്ട് പറയാനുണ്ട്. ആ ശൈലിയിലേക്കാണ് ഇമാം ബൂസൂരി തങ്ങൾ വരുന്നത്. വല്ലാത്തൊരു വരിയാണ്. ഇതുവരെ കുറെ കേട്ട് നിന്നു, പിന്നെ സമ്മതിച്ചു. ഇനി നിങ്ങൾ അവിടെ നിൽക്കി, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങോട്ട് കേൾക്കണം. ഇത് തിരിച്ചങ്ങോട്ട് പറയുകയാണ്. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു സൗന്ദര്യമുള്ളൊരു വരി. എന്താണ് പറയുന്നത്? ഫിൽ ഹവൽ ഉദ്രി മഅ്സിറതൻ മിന്നി ഇലൈക വലൗ അൻസഫ്ത ലം തലുമി. യാ ലായിമി, എന്നെ ആക്ഷേപിക്കുന്നവരെ, ഫിൽ ഹവൽ ഉദിരി പ്രേമത്തിൻ്റെ ആ അവസ്ഥയിൽ എത്തിയതിൻ്റെ പേരിൽ, മഅ്സിറത്തൻ ക്ഷമാപണം സ്വീകരിക്കണം, മിന്നി എന്നിൽ നിന്നുള്ള, ഇലൈക നിന്നോട്, വലൗ അൻസഫ്ത നീ നീതി കാണിക്കുന്നുവെങ്കിൽ, ലം തലുമി എന്നെ ആക്ഷേപിക്കില്ലായിരുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇമാം ബൂസൂരി തങ്ങൾ തുടർന്ന് പറയുന്നത്, ഇവിടെ ഇപ്പം സമ്മതിച്ചു അല്ലെ, ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു സ്നേഹമുണ്ട്, അടങ്ങാത്ത അനുരാഗമുണ്ട് എന്ന് സമ്മതിച്ചു. ഇമാം ബൂസൂരി തങ്ങൾ പറയാം, നീ പറയുന്നത് ശരിയാണ്, എനിക്ക് അടങ്ങാത്തൊരു പ്രേമമുണ്ട്, ഞാൻ സമ്മതിച്ചല്ലോ. ആ അനുരാഗമാണ് എൻ്റെ ശരീരം മെലിയാനും എന്നെ ടെൻഷൻ അടിപ്പിച്ചതും അത് കാരണമായി കരഞ്ഞതും. ഇതൊക്കെ എൻ്റെ അടങ്ങാത്ത പ്രേമം കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും നീ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ മെരിയുന്നത്? എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ശരിയാണ്, നീ എന്നോട് ഈ ചോദ്യമൊക്കെ ചോദിച്ച് എന്തിനാണ്? എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ എപ്പോഴും കരയരുത്, നിങ്ങളെ ശരീരം മെലിയരുത് അല്ലെ. നമ്മളിപ്പോൾ ഒരാളോട് കരയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അയാൾ കരഞ്ഞാലുണ്ടാകുന്ന വിഷമങ്ങളും, അയാൾ മെലിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ, ഇതൊന്നും ഉണ്ടാകരുത്, പ്രയാസപ്പെടരുത്, സങ്കടപ്പെടരുത് എന്നത് ഒരു മനുഷ്യനോട് നമ്മൾ പറയുന്നത് അത് ആത്മാർത്ഥമായിട്ടാണ്. അദ്ദേഹത്തിനൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും വിഷമമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. അപ്പം നീ എന്നോട് ഈ പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണ്, എൻ്റെ ഗുണം ഉദ്ദേശിച്ചു കൊണ്ടാണ്. പ്രയാസപ്പെടരുത്, നിങ്ങൾ കരയരുത്, ശരീരം ഇങ്ങനെ കരഞ്ഞു നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എന്താക്കരുത്, നശിപ്പിക്കരുത്, ഈ രൂപത്തിലാക്കരുത്. ഇതൊക്കെ എന്നോടുള്ള നിങ്ങളുടെ ആ ഒരു മഹബത്തിൻ്റെ പേരിൽ ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലൊന്നും അല്ല ഉള്ളത്, ഞാൻ വേറൊരു ലെവലിലാണുള്ളത്. അതേതാണ് ആ ലെവല്? അതാ പറഞ്ഞത്, യാ ലായിമി, എന്നെ ആക്ഷേപിക്കുന്നവരെ, എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. അല്ലെ, നിങ്ങൾക്ക് വല്ലാത്തൊരു അടങ്ങാത്ത പ്രേമുണ്ട്, ഇതല്ലേ പോയി പറയുന്നത്? ഇതിങ്ങനെ കുറ്റപ്പെടുത്തുകയല്ലേ? എന്തിൻ്റെ പേരിൽ അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഫിൽ ഹവൽ ഉദിരി, എൻ്റെ പ്രേമം എന്നത് ഉദിരി ഗ്രേഡിലെത്തിയ ഒരു പ്രേമമാണ്. ആ ഒരു അവസ്ഥയിലെത്തിയ ആ ഒരു ഉദരീയ പ്രേമം, ആ പ്രേമത്തിൻ്റെ ഒരു അവസ്ഥയിലാണ്, ആ ഒരു ലെവലിലാണ് ഇപ്പോൾ എൻ്റെയും പ്രണയമുള്ളത്. അഥവാ ഹബീബ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള എൻ്റെ ആ അനുരാഗം, അത് പേര് കേട്ട ഉദരീയ പ്രേമമുണ്ട്. ആ പ്രേമത്തിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ, യമനിലെ ബനു ഉസറ എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്.
ആ ഗോത്രത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഉദരീയ പ്രേമം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവൻ കൊടുക്കാൻ അവർ തയ്യാറാണ്. സ്നേഹിച്ചവൻ, അതൊരു ആണാകട്ടെ പെണ്ണാകട്ടെ, അവർ ആ സ്നേഹിച്ച പിന്നെ അവരാ വഞ്ചിക്കുകയില്ല. ജീവൻ വേണമെങ്കിലും എന്തും പണയം വെക്കാൻ പിന്നെ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാണ്. എന്തും സഹിക്കും, എങ്ങനെയും സഹിക്കും എന്ന് പറഞ്ഞാൽ അത്രയും വഞ്ചനയില്ലാത്ത, കളങ്കമില്ലാത്ത, സ്നേഹിക്കുന്ന ആ മനസ്സറിഞ്ഞുള്ള ആ ഒരു മഹബത്ത്, അതിൽ അവർ പേര് കേട്ടൊരു ടീമാണ്. ലൈല മജ്നൂനൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ആ ഒരു രൂപത്തിൽ അങ്ങ് മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചതിന്റെ പേരിൽ മറന്ന് ജീവിച്ചവരാണ്. സ്നേഹം വാരിക്കോരി കൊടുത്തവരാണ്. അതിനുവേണ്ടി എന്തും സഹിക്കും. അപ്പൊ അങ്ങനെ ഒരു അറിയപ്പെട്ട ഒരു പ്രേമ നാട് തന്നെയുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനിപ്പോ ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണോ അയാൾക്ക് വേണ്ടി എൻ്റെ ശരീരം ഞാൻ കൊടുക്കാൻ റെഡിയാണ്. അയാൾ ഓർത്ത് എൻ്റെ ശരീരം നശിക്കണേ നശിക്കട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ആ ഒരു അവസ്ഥയിലാണ്, ഉദിരി ഈ ഗ്രേഡിലാണ് ഇപ്പൊ എൻ്റെ പ്രേമം ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഇമാം ബുസ്രി തങ്ങൾ എന്താക്കിയത്, അവിടെ അത് എടുത്ത് പറഞ്ഞു, ഉദിരി എന്ന് പറഞ്ഞത്. അവരുടെ ആ പ്രേമത്തിന്റെ, ആ ഒരു നാട്ടുകാരുടെ പ്രേമത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇമാം ബൂസരി തങ്ങൾ ഉള്ളത്. അപ്പം ഉദിരീയ ഗ്രേഡിലെത്തിയ പ്രേമത്തിന്റെ പേരിൽ എന്നെ ആക്ഷേപിക്കുന്നവരെ മഅദിറത്തൻ, നിങ്ങൾ സോറി, അതാണിപ്പോ പറയുന്നത്, നിങ്ങൾ എന്നോട് എന്താക്കണം, ക്ഷമിക്കണം, ഐ ആം വെരി സോറി. അതപ്പൊ അതിന്റെ അർത്ഥം. മഅദിറത്തൻ, നിങ്ങൾ എന്താക്കണം, ക്ഷമാപണം സ്വീകരിക്കണം, എന്നിൽ നിന്നുള്ള, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾ എന്താക്കണം, സ്വീകരിക്കണം, അംഗീകരിക്കണം. ഇലയിക്ക, നിന്നോട്. അല്ലെ, നീ ഇപ്പൊ എന്നെങ്ങനെ ആക്ഷേപിക്കില്ല, എന്തിനങ്ങനെ പ്രേമിക്കുന്നത്, എന്തിനങ്ങനെ കരയുന്നത്, എന്തിനങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കല്ലേ. എന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. മഅദിറത്തൻ, ക്ഷമാപണം സ്വീകരിക്കണം, എന്നിൽ നിന്നുള്ള, ഇലയിക്ക. അപ്പൊ എൻ്റെ വശം കൂടെ, എൻ്റെ ഭാഗം കൂടെ നിങ്ങളൊന്ന് എന്താക്കണം, കേൾക്കണം. അത് കേൾക്കണം. എന്നാ പിന്നെ നിങ്ങൾ എന്താവൂല, അതാ പിന്നെ പറഞ്ഞു, ലൗ അൻസഫ്ത, നീ നീതി കാണിക്കുന്നുവെങ്കിൽ ലം തലുമി, എന്നെ ആക്ഷേപിക്കില്ലായിരുന്നു. എന്താ പറഞ്ഞ അർത്ഥം? ഇപ്പൊ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതും ഈ പറയുന്നതൊക്കെ എന്താണെന്നറിയോ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്താത്തത് കൊണ്ടാണ്. അതപ്പോ ചുരുക്കി പറഞ്ഞാൽ, വലോ അൻസഫ്ത ലം തലുമി, നീ നീതി കാണിക്കുന്നുവെങ്കിൽ എന്നെ നീ ആക്ഷേപിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കും ഇതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടങ്ങാത്തൊരു പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്തിനായി കരയുന്നത്, എന്തിനാ ഇപ്പൊ ശരീരം പിന്നെ മെലിയിപ്പിക്കുന്നത് എന്നൊന്നും എന്നോട് ചോദിക്കില്ലായിരുന്നു. നിങ്ങൾ പിന്നെ ദൂസലമിലെ അയൽവാസികൾ ഓർത്തിട്ടാണോ, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ഇതൊന്നും നിങ്ങൾ ചോദിക്കില്ലായിരുന്നു. കാരണം എന്താ, നിങ്ങൾ ആ അനുരാഗ ചൂടിലെത്തിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഉള്ള ആ അനുരാഗ ചൂടിൽ നിങ്ങളും എത്തിയിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അല്ലെ, കമിതാക്കൾ പ്രേമിച്ചു കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾക്ക് ഈ ലോകമൊന്നും അറിയാത്തത് കൊണ്ടാ, നിങ്ങളൊന്ന് പ്രേമിച്ചു നോക്കി, അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ പറയുന്നൊന്നും എന്താവൂല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊന്നും നിങ്ങൾ ആ അവസ്ഥയിലെത്തിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടൂല. അപ്പൊ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ എന്താവില്ല, അത് അംഗീകരിക്കൂല. അതങ്ങനെയാണല്ലോ, പ്രേമം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ആരെന്ത് ആക്ഷേപിച്ചാലും അവരാരും അത് മൈൻഡ് ചെയ്യൂല. ഓരോരോ ലോകത്താണ്. അപ്പൊ ഇമാം ബൂസരി തങ്ങൾ ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടങ്ങാത്ത അനുരാഗത്തിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങളിപ്പോ എന്നെ ഈ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞാൽ നിങ്ങളെ മുത്തുനബിയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ മുത്തുനബിയുടെ ആ അനുരാഗ ചൂടിലേക്ക് എത്താത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് എത്തി നോക്കി, എന്നാ പിന്നെ നിങ്ങളൊന്ന് മുണ്ടൂല. എന്നാ പിന്നെ നിങ്ങളൊന്നും മുണ്ട്. ഇതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും എന്താക്കണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളും സ്നേഹിക്കണം. എന്നാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. എന്നാ പിന്നെ നിങ്ങൾ പിന്നെ എൻ്റെ വൈത്താലെ വരൂലല്ലോ. അല്ലെ, എത്ര സുന്ദരമായ മറുപടിയാണ് തിരിച്ച് ഇമാം ബൂസരി തങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്. സത്യമാണ്. നമ്മളും ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറയാണ്ടാവൂല. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കും. കാരണം നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല അനുരാഗ ചൂട് ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശുദ്ധ റബീഉൽ കാരണമായി, ബുറുദ കാരണമായി അള്ളാഹു തആല അങ്ങേയറ്റത്തെ ആ ഒരു മഹബത്ത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അള്ളാഹു ഓശാരമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞത്, യലാഇമി ഫിൽ ഹവൽ ഉസ്രി മഅസിറതൻ മിന്നി ഇലൈക വലൗ അൻസഫ്ത ലം തലുമി.
അപ്പം യാ ലായിമി, എന്നെ ആക്ഷേപിക്കുന്നവരെ, എന്നെ കുറ്റപ്പെടുത്തുന്നവരെ, ഫിൽ ഹവൽ ഉദ്രി, ഉദ്രി ഗ്രേഡിലെത്തിയ പ്രേമം കാരണം എന്നെ കുറ്റപ്പെടുത്തുന്നവരെ, മഅ്ദിറതൻ, എനിക്ക് എൻ്റെ മഅ്ദിറതൻ ക്ഷമാപണം സ്വീകരിക്കണം, മിന്നി, എന്നിൽ നിന്ന്, ഇലൈക, നിന്നോട്, അഥവാ എനിക്ക് നിന്നോട് കാരണം ബോധിപ്പിക്കാനുണ്ട്. വലൗ അൻസഫ്ത, നീ നീതി കാണിക്കുന്നുവെങ്കിൽ, ലം തലുമി, ഒരിക്കലും എന്നെ നീ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു. അഥവാ നീയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ, ആ ഉദരീകാര് സ്നേഹിച്ചതുപോലെ ഞാൻ ആ അവസ്ഥയിലാണുള്ളത്. അപ്പൊ അതുപോലെ നിങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, മുത്തുനബിയെ സ്നേഹിക്കുകയാണെങ്കിൽ, ഒരിക്കലും നിങ്ങൾ എൻ്റെ കണ്ണുനീരിനെയോ എൻ്റെ ശരീരത്തിൻ്റെ മെലിച്ചിനെയോ അതൊന്നും എടുത്തു പറഞ്ഞ് എന്നെ നിങ്ങൾ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുമായിരുന്നില്ല. മാഷാ അല്ലാഹ്, വളരെ സുന്ദരമായ വരി. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചിങ്ങനെ പറയുന്നുണ്ട്. ഇനി അടുത്ത വരിയിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വരാം. അള്ളാഹു നമ്മളൊക്കെ കബൂലാക്കി സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ചെറിയ മക്കളടക്കമുള്ള രോഗികൾ ഹോസ്പിറ്റലൊക്കെ കഴിയുന്നവരുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകട്ടെ. എല്ലാ ഉദ്ദേശവും അള്ളാഹു പൂർത്തിയാക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കി ഈ വിശുദ്ധ റബീഉൽ അവ്വൽ അള്ളാഹു ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ദുന്യവിയും ഉഖ്റവിയുമായ സന്തോഷങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബുർദ പഠിതാക്കൾ, ഈ ഒരു കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും നമുക്കെല്ലാം ഇമാം ബൂസരി തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും അവസാനം അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹു കുടുംബസമേതം നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി, നമുക്കും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം ആഫിയത്തുമുള്ള ദീർഘായുസ്സ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി അള്ളാഹു ഏറ്റുതന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله.